ഡോക്ടറെ ഞാൻ പല്ല് കമ്പി ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇനി പല്ല് കമ്പി ഇടുന്നത് തുടരാമോ? അല്ലെങ്കിൽ ചിലർ ചോദിക്കും പ്രഗ്നൻ്റ് ആണ് ഡോക്ടറെ, ഇപ്പോൾ പല്ല് കമ്പി ഇടുന്നതിനോ അലൈനർ ഇടുന്നതിനോ വല്ല തടസ്സമുണ്ടോ? ഇതെല്ലാം പലരും ചോദിക്കാറുണ്ട്. പല്ല് കമ്പി ഇട്ടതിന് ശേഷം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് വളരെയധികം നല്ലൊരു കാര്യമാണ്. കാരണം പ്രഗ്നൻസിയിൽ നമ്മുടെ ഈ കാൽസ്യം മെറ്റബോളിസം വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ കുട്ടിക്ക് വേണ്ടി ഈ കാൽസ്യമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചെടുക്കുന്നതുകൊണ്ടും വീണ്ടും അത് ഇടാനുള്ള ഹോർമോൺസ് എല്ലാം നമ്മുടെ ശരീരത്തിലുള്ളതുകൊണ്ടും സാധാരണഗതിയിൽ പ്രഗ്നൻസി സമയത്ത് കൃത്യമായ ഭക്ഷണവും കൃത്യമായ വൈറ്റമിൻസും ഒക്കെ കഴിക്കുന്നതുകൊണ്ടും നമ്മുടെ പല്ലിൻ്റെ ചികിത്സ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. കാരണം പല്ല് മൂവ്മെൻറ്റ്സ് ഒക്കെ കുറച്ചുകൂടി ഫാസ്റ്റ് ആവാനൊക്കെ പ്രഗ്നൻസിഡ് ആയിട്ടുള്ളവർ നല്ലതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രഗ്നൻസിയിൽ ഛർദിൽ വളരെ കൂടുതലുള്ളവർ, അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാത്തവർ, കാരണം രാവിലെ എഴുന്നേറ്റ് ഭക്ഷണത്തിന് ശേഷമെങ്കിലും കൃത്യമായിട്ട് പല്ല് തേക്കണം. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കരുത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പ്രഗ്നൻ്റ് ആയുള്ളവർക്ക് പല്ല് തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് അല്ലാതെ തന്നെ ഛർദിലിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഛർദിലുള്ളവർക്ക് ഈ ബ്രാക്കറ്റ് ഇരിക്കുന്ന ഭാഗമൊക്കെ ക്ലിയറായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടും അവിടെ എല്ലാം അസിഡിക് ആയിട്ടുള്ള സാധനം ഇരുന്ന് കഴിഞ്ഞാൽ പല്ലുകളിലെ ഇനാമിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളതുകൊണ്ടൊക്കെ അലൈനർ ആയിരിക്കും ബെറ്റർ. കാരണം ഈ സമയത്ത് അത് ഊരി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അലൈനർ ആയിരിക്കും ബെറ്റർ. പക്ഷേ പല്ല് കമ്പി ഇട്ടു എന്നുള്ളത് കൊണ്ടൊരു തെറ്റൊന്നുമില്ല. പക്ഷേ വളരെയധികം രാവിലെ വോമിറ്റിങ്, ഏർലി മോർണിംഗ് സിക്നസ് ഒക്കെ ഉള്ളവർക്ക് നിങ്ങൾ സാധാരണഗതിയിൽ പല്ല് കമ്പിയിടാൻ തുനിയാതിരിക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് പോയി പല്ലും കൂടെ കമ്പി ഇട്ട് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിന് ചുറ്റും എല്ലാം ആസിഡിക് ആയിട്ടുള്ള സാധനം വീണ് കഴിഞ്ഞാൽ അത് ബ്രഷ് ചെയ്യാനും വൃത്തിയാക്കാനും ഒക്കെ ശ്രമിച്ചില്ലെങ്കിൽ, കൃത്യമായ ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള പേസ്റ്റ് ഉപയോഗിച്ച് ചെയ്തില്ലെങ്കിൽ പല്ല് കേടാവാനുള്ള സാധ്യതയാണ്. അപ്പോൾ പക്ഷേ അതേസമയം അലൈനർ ആകുമ്പോൾ അത് ബ്രഷ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്ലൂറിഡായിട്ടുള്ള പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ ബ്രാക്കറ്റിന് ചുറ്റുമൊന്നും പിടിച്ചിരിക്കാത്തതുകൊണ്ട് കേടാവാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ല് കമ്പി ഇടുന്നത് പ്രഗ്നൻസി ടൈമിൽ പല്ല് കമ്പി ഇടാതിരിക്കുക. പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് പല്ല് കമ്പി ഇട്ടതാണെങ്കിൽ കൃത്യമായ മെയിൻ്റനൻസ് ചെയ്യുക. കൃത്യമായ ഫ്ലൂറൈഡ് വാർണിഷസോ ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റൊക്കെ ഉപയോഗിച്ച് വൃത്തിയായിട്ട് പരിചരിക്കുന്നത് പല്ലിന് ചുറ്റും കേടുപിടിക്കാതിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അലൈനർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പല്ലുകൾ വേഗം നീങ്ങാൻ സഹായിക്കുന്ന ഒരു സമയമാണ് പ്രഗ്നൻസി. അതുകൊണ്ട് പ്രഗ്നൻസിയിൽ തന്നെ ഒരു പ്രശ്നമല്ല. പിന്നെ ചില ആശുപത്രികൾ പല്ല് കമ്പി ഇട്ടിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പ്രഗ്നൻസി സമയത്ത് സർജറി ഇൻറ്റുബേഷനൊക്കെ ചെയ്യേണ്ടി വന്നു. പറഞ്ഞാൽ നമ്മൾ ഈ വായിക്കകത്തോടെ കൃത്യമായ ശ്വാസോച്ഛ്വാസം അതോടൊപ്പം തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നിട്ട് സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നാൽ അതിന് പ്രശ്നമായതുകൊണ്ട് ചില ആശുപത്രികൾ പല്ല് കമ്പി ഊരി കൊടുക്കണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. അതുകൊണ്ട് ആ ടെൻഷനും വേണ്ട. കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡോക്ടറോട് നേരത്തെ ചോദിച്ച് 2 ഡോക്ടർമാരോട് ചോദിക്കപ്പെടും. പല്ലിൻ്റെ ഡോക്ടറോടും അതോടൊപ്പം തന്നെ ഗൈനക്കോളജിസ്റ്റിനോടും ചോദിച്ച് യുക്തമായിട്ടൊരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.